ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ബ്രെഡ് വെച്ചിട്ടൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒനിയൻ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 3 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം 3 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കണം. ഈ ഒരു ബ്രെഡ് ജസ്റ്റ് ഒന്ന് വെറ്റായി കിട്ടിയാൽ മതി, കൂടുതൽ വെള്ളമായി പോയരുത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കുറച്ച് നേരം ഒരു 1-2 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം, അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാനൽ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 മീഡിയം സൈസ് സവാള ചെറുതായി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ തന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയില കൊത്തി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി അതൊന്ന് വെറ്റ് ചെയ്ത് വെച്ചതാണല്ലോ, അപ്പോൾ ആ ഒരു നനവിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക. പോരാത്തതിന് ഉള്ളിയുടെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കൂടി പുറത്ത് വരും. അപ്പോൾ ആ ഒരു നനവിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അധികം കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതിൽ ഉപ്പ് ചേർക്കാൻ മറന്നതൊന്നുമല്ല. ബ്രെഡിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല എക്സ്ട്രാ. പിന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണല്ലോ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ, അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ കറക്റ്റായിരിക്കും. പക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ബ്രെഡിൻ്റെ അളവും ബേസിൻ്റെ അളവൊക്കെ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ബാറ്റർ അവിടെ റെഡി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താലും മതി. നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ബ്രെഡൊക്കെ ഇട്ട ഇതാണല്ലോ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗവും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബ്രെഡ് ഒണിയൻ പക്കോട കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ്ങിൽ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ എല്ലാവർക്കും ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ബ്രെഡൊക്കെ ബാക്കി വരുമ്പോൾ എന്ത് ഉണ്ടാക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത്. ഡെഫിനറ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.